നമ്മൾ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായി ഒന്ന് പറയാം. 2025 മാർച്ച് 17 ആവലാധികാരിയുടെ ഫ്ളാറ്റിൽ വെച്ച് ആവലാധികാരിയുടെ സമ്മതം കൂടാതെ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ഒന്നാം പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ മൊബൈൽ ഫോണിൽ പകർത്തി, തുടർന്ന് ഇത് പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിൽ കുറ്റകരമായി നടത്തിയിട്ടുണ്ട്. പിന്നെ അത്തരം വിവരങ്ങളാണ് പറയുന്നത്. അതിനുശേഷമാണ് വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2025 ഏപ്രിൽ 2-ാം തീയതിയാണ് ഈ ആവലാധികാരിയുടെ പരാതിക്കാരിയായിട്ടുള്ള ആളുടെ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ എത്തിക്കുന്നത്. അവിടെ വെച്ച് ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിക്കുന്നു. അതിനുശേഷം 2025 മെയ് 30-ാം തീയതി കൈമനത്തുള്ള അവിടെ ഉള്ള ഫ്ളാറ്റിൽ വെച്ചും പീഡനത്തിന് ഇരയാക്കുകയും ചെയ്യുന്നു പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ ഒരു പെൺകുട്ടിയെ, ഒരു യുവതിയെ പീഡനത്തിന് ഇരയാക്കുക എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും അത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് എഫ്ഐആറിൽ ഉള്ളത്. ഒരു ജനപ്രതിനിധിയായിരിക്കെയാണ്, ഒരു MLA ആയിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു യുവതിയോട് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോലീസിന്റെ കണ്ടെത്തൽ. അതിനനുസരിച്ചാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ അന്വേഷണ സംഘം കേസ് എടുത്തിരിക്കുന്നത്. നിലവിൽ എന്തൊക്കെ തെളിവുകളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. അന്വേഷണ സംഘത്തിന് എന്തൊക്കെ തെളിവുകളാണ് ഏറ്റവും നിർണായകമായത് ഇത്തരം കേസുകൾ ചുമത്തുന്നതിൽ? അത് ആദ്യഘട്ടം എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ പരാതിക്കാരി അന്ന് നടന്നിരിക്കുന്ന സംഭവങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവർക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഏതെല്ലാം തരത്തിലാണ് അക്രമങ്ങൾ കാണിച്ചിരിക്കുന്നത് എന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പരാതിയാണ് നൽകിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലീസിന് കൈമാറുന്നത്. അതിൽ വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെ ഇന്നലെ രാത്രി തന്നെ ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയിൽ കൃത്യമായ വിവരങ്ങൾ ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെടുന്ന സമയവും അതിനുശേഷം വിവാഹ വാഗ്ദാനം ചെയ്ത കാര്യവും പിന്നീട് തിരുവനന്തപുരത്തും പാലക്കാടും ഉൾപ്പെടെ ഫ്ളാറ്റിൽ എത്തിച്ച് അവിടെ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കുന്നതും ആ ദൃശ്യങ്ങൾ ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒപ്പം ഇത് ഈ ഗർഭചിത്രത്തിന് ഇരയാക്കിയതിനുള്ള മെഡിക്കൽ രേഖകൾ നൽകിയിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ പല സമയങ്ങളിലും ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ റെക്കോർഡ്സും തെളിവായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരം നിർണായകമായ തെളിവുകളുടെ തെളിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ അതിജീവിത അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതൊരു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നത് അതൊരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പഴുതാവുമോ അല്ലെങ്കിൽ അത് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നത്. അങ്ങനെയാണ് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗത്തുണ്ടായെന്ന് കണ്ടെത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വകുപ്പുകൾ പ്രകാരം ഒരാളെ ജീവൻ പോലും അപകടകരമാകുന്ന രീതിയിൽ നിർബന്ധപൂർവം ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ അത് നടത്തി എന്നുള്ളതിന് ഉള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചുവെന്ന് അതിജീവിത പറയുന്നുണ്ട്. അങ്ങനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഗർഭചിത്രത്തെ നിർബന്ധിക്കുക എന്ന് പറയുന്നത് അത് 10 മുതൽ 14 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഈ പോലീസ് നടത്തുകയും ചെയ്യുന്നത്. ശരി സിജോ, രണ്ടാം പ്രതിക്കെതിരായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ തെളിവുകളാണ്, എന്തൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്? രണ്ടാം പ്രതി എന്ന് പറയുന്നത് ജോബി ജോസഫ് ആണ്. ഈ ജോബി ജോസഫിന്റെ സഹായത്തോടു കൂടിയാണ് ഈ അതിജീവതയെ ഗർഭചിത്രത്തിന് വിധേയയാക്കുന്നത്. ജോബി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്താണ്. ഇയാളാണ് ഈ അതിജീവതയ്ക്ക് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് എത്തിച്ചു നൽകുന്നത്. തിരുവനന്തപുരത്ത് എത്തി ഇയാൾ അതിജീവിതയ്ക്ക് മരുന്ന് കൊടുക്കുന്നു. അത് അവരുടെ ഫ്ളാറ്റിന്റെ അടുത്ത് വെച്ചാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. അവിടെ എത്തി കാറിൽ വെച്ചാണ് ഈ ജോബി ജോസഫ് ഈ ഗുളിക കൊടുക്കുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ജോബി വിളിക്കുന്നു. ജോബി വിളിച്ചിട്ട് മരുന്ന്
കൈമാറിയതായി പറയുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് കഴിക്കുന്നത്, ആ ഗുളിക ഈ യുവതി കഴിക്കുന്നത് വീഡിയോയിലൂടെ കാണണമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവർ ഇത് കഴിക്കാൻ വിസമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം നിർബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഗുളിക കഴിപ്പിക്കുകയായിരുന്നു. ഇത് വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തത് ഈ ജോബി ജോസഫാണ്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ ഗർഭചിത്രത്തിന് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന് സഹായം ചെയ്തു കൊടുത്തു എന്ന നിലയിലാണ് ഇയാൾക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെയും അറസ്റ്റ് വേഗത്തിൽ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. യെസ്, ഒപ്പം തന്നെ സുജ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ രണ്ടാം പ്രതി ജോബിയും ഉള്ളത് എന്നൊന്നും ഒരു വിവരവുമില്ല. ലുക്കൌട്ട് നോട്ടീസിന്റെ കാര്യം കൂടി, ഒപ്പം തന്നെ എവിടെയൊക്കെയാണ് പോലീസ് ഇപ്പോൾ തിരയുന്നത്? രാഹുലുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ഒരു അപ്ഡേഷൻ പുറത്തു വരുന്നതെന്ന് പറയുന്നത് ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ അതിജീവിത എത്തുന്നതിന് മുമ്പ് മാത്രമാണ്. മുഖ്യമന്ത്രിയെ അതിജീവിത കാണാൻ എത്തി എന്ന വിവരം ലഭിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലത്ത് നിന്ന് മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് രാഹുലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്ന നിലയിൽ പ്രതികരണം വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ 2 തവണ FB-യിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ്. സത്യമേവ ജയതേ, സത്യം ജയിക്കും എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഏറ്റവും അവസാനമായി വരികയും ചെയ്തത്. പിന്നീട് രാഹുലിനെ കുറിച്ചൊരു വിവരമില്ല. നമ്മൾ പാലക്കാടും അതോടൊപ്പം തന്നെ അവിടെയുള്ള കോൺഗ്രസുകാരോടും അതല്ല മറ്റു രാഹുലിന്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരാരെയും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ എവിടെയുണ്ടെന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണം പോലീസും ഊർജിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ. ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെ രാജ്യം വിട്ടുപോകുന്നതിന് തടയാന്നുള്ള ലക്ഷ്യമുണ്ട്. പക്ഷേ രാഹുൽ ഇപ്പോൾ സംസ്ഥാനം വിട്ടുപോയോ എന്നുള്ള ഒരു സംശയമാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. എന്തായാലും വൈകാതെ തന്നെ ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിലാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി പറയുന്ന അതിലൊരു തീരുമാനം ഉണ്ടാകുന്നവരെ അന്വേഷണ സംഘത്തിന് അറസ്റ്റിൽ നിന്ന് പിൻവലിയേണ്ടി വരും. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഈ അതിജീവതയെ കോടതിയിൽ ഹാജരാക്കി രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. യെസ്, ഇതിൽ മറ്റൊന്ന്, അതായത് FIR-ലുള്ള ഫ്ളാറ്റിലെത്തി ബലാത്സംഗം ചെയ്തു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതൊക്കെ പാലക്കാട് വെച്ച് സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സമയങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പം FIR-ലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക, ഇല്ലെങ്കിൽ അതിന്റെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? അതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് പരാതി സ്വീകരിച്ചു. അതിനുശേഷം ഈ അതിജീവിതയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിജീവിത ഈ മെഡിക്കൽ രേഖകൾ കൈമാറിയിട്ടുണ്ട്. ഈ അബോർഷൻ ചെയ്തതിന്റെ രേഖകൾ കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം അവർ ചില ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അത്തരം വിവരങ്ങൾ നോക്കിയിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവിധ സമയങ്ങളിലായി ഈ യുവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെയുള്ള ഓഡിയോ സന്ദേശങ്ങൾ അതും കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ ആധികാരികത പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് പോയിട്ടുള്ളത്, ചികിത്സ തേടിയിട്ടുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരെ ചികിത്സിച്ചിരിക്കുന്ന ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തുന്നുള്ളത്. അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം